ഹായ് വെൽക്കം ടു മാറ്റ്കം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 724/2024 കാറ്റഗറി കോഡ് വരുന്ന 50/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻ ആണ് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ 10 ക്വസ്റ്റ്യൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. റിമൈനിങ് ക്വസ്റ്റിനകത്ത് കുറച്ച് പാടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: when an equation is multiplied or divided by same non-zero number on both sides, the solution of the equation is. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ രണ്ട് വശങ്ങളിലും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ x+1 = 7 എന്ന് പറയുന്ന ഒരു നോർമൽ ഇക്വേഷൻ നമുക്ക് ആർബിട്രറി ആയിട്ട് ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ട് സൈഡിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 2 × x+1 = 2 × 7 = 14. അതായത് 2x + 2 = 14. അതായത് 2x = 12, x = 6 എന്ന് കിട്ടും. ആദ്യം എടുത്ത് ഇക്വേഷൻ എക്സ് കണ്ടുപിടിച്ച് എന്ത് കിട്ടും? x = 7 - 1 = 6. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇക്വേഷന്റെ സൊല്യൂഷന് വ്യത്യാസമൊന്നുമില്ല. സോ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ റിമെയിൻസ് ദ സെയിം. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് an AP is 30. ദ സം ഓഫ് ലാസ്റ്റ് 3 ടേംസ് ലാസ്റ്റ് 3 ടേംസ് is 36. If the first term is 9, ആദ്യത്തെ ടേം 9 ആണ് എങ്കിൽ the number of terms is. തന്നിരിക്കുന്നത് ആദ്യത്തെ 3 ടേമുകളുടെ സമ്മ് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9 ആണ്. ആദ്യത്തെ ടേം 9 ആണെങ്കിൽ അതിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടിയ രണ്ടാമത്തെ ടേം കിട്ടും. അപ്പൊ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 9 + d. അതിനോട് കൂടി മറ്റൊരു കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടിയ മൂന്നാമത്തെ ടേം കിട്ടും. അതായത് 9 + d + 9 + 2d. ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. അതായത് 27 + 3d എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതായത് 3d എന്ന് പറയുന്നത് 3 ആണെങ്കിൽ d എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് 3 ടേമുകളുടെ സം എന്ന് പറയുന്നത് 36 ആണെന്ന്. ലാസ്റ്റ് 3 ടേമുകളുടെ സം എന്ന് പറയുന്നത് 36. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം ആയിട്ട് എക്സിനെ അസ്യൂം ചെയ്താൽ അതിന് തൊട്ട് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് x - d, അതിന് തൊട്ട് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് x - 2d. ഈ 3 ടേമുടെ കൂടി എന്ത് സംഭവിക്കും? x - 2d + x - d + x. അവസാനത്തെ 3 ടേമുകൾ തമ്മിൽ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. x + x + x എന്ന് പറയുമ്പോൾ 3x - 3d = 36 എന്ന് കിട്ടും. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 3x - 3 × 1 is 3, that is = 36. അതായത് 3x = 39. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 39/3 13 എന്ന് കിട്ടും. അപ്പൊ ആ സീക്വൻസിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 9 ആണ്. അവസാനത്തെ ടേം എന്ന് പറയുന്നത് 13 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ടേംസ് എന്ന് പറയുന്നത് 9, 10, 11, 12, 13. മൊത്തം എത്ര ടേംസ് ഉണ്ട്? മൊത്തം 5 ടേമുകളാണ് ആ സീക്വൻസിനകത്ത് ഉള്ളത്. മൊത്തം 5 ടേമുകളാണ് സീക്വൻസിലുള്ളത്. അതായത് ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: എ ട്രേഡർ മിക്സസ് 26 kilogram of rice at a rupees 20 per kg with 30 kilogram of rice, another variety of rice at rupees 30 per kg. He sells the mixture at 30 per kg. His profit percentage is. അതായത് 26 കിലോഗ്രാം അരി, 20 രൂപ വിലയുള്ള 26 കിലോഗ്രാം അരിയും 30 കിലോഗ്രാം അരി, എത്ര രൂപ വിലയുള്ള 30 കിലോഗ്രാം അരി 30 കിലോഗ്രാം അരി 36 രൂപ വിലയുള്ള 30 രൂപയല്ല 36, പ്ലീസ് കറക്റ്റ്, ഇത് 36 രൂപ വിലയുള്ള അരി 30 കിലോഗ്രാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പൊ 26 കിലോ അരി 20 രൂപ വെച്ചെന്ന് പറയുമ്പോൾ 26 കിലോ അരി 20 രൂപ വെച്ചെന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 26 × 20, കറക്റ്റാ? 26 × 20 എന്ന് പറയുമ്പോൾ 52. സോ 520 രൂപ, കറക്റ്റാ? 520 രൂപ വന്നു. ദെൻ എന്തുണ്ട്? 30 കിലോ അരി. നമ്മുടെ കയ്യിൽ 30 കിലോ അരി ഉണ്ട്. 30 കിലോ അരി 36 രൂപ വെച്ചിട്ട്. സോ നമുക്ക് എന്ത് കിട്ടും? 30 × 36. 30 × 36 എന്ന് പറയും 0, 6 3 18, 0 3 9. സോ 0 0 9 10 8. അപ്പൊ 1080 രൂപ, കറക്റ്റാ? ഇതിന്റെ വില എന്ന് പറയുന്നത് 1080 രൂപയെന്ന് വരും. കറക്റ്റാ? അങ്ങനെയാണ് ടോട്ടൽ അരിയുടെ വില എന്ത് വരും? ടോട്ടൽ അരിയുടെ വില 1600 രൂപ. കാരണം എന്താണ്? 26 കിലോ അരി 20 രൂപ വില വെച്ച് 520 രൂപ, 30 കിലോ അരി 36 രൂപ വെച്ച് 1080 രൂപ, ടോട്ടൽ കോസ്റ്റ് 1600.
പുള്ളി എന്താ ചെയ്യുന്നത്? ഈ മൊത്തം അരിയെ 30 മിക്സറിനെ 30 കിലോ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മൊത്തം അരി എത്രയുണ്ട്? ഇവിടെ 26, ഇവിടെ 30. ഇപ്പൊ എത്രയുണ്ട്? 56 കിലോ അരിയുണ്ട്. 56 കിലോ അരി 30 രൂപ വെച്ച് വിൽക്കുന്നു. 56 കിലോ അരി 30 രൂപ വെച്ച് വിൽക്കുമ്പോൾ എത്ര വരും? 1680. പുള്ളിയുടെ മുതൽ മുടക്ക് 1600 രൂപയാണ്. പുള്ളി വിൽക്കുന്ന 1680-നാണ്. പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സെല്ലിംഗ് പ്രൈസ് അയാൾ വിൽക്കുന്നത് 1680 രൂപയ്ക്ക്. അരിയുടെ യഥാർത്ഥ വില 1600 ഡിവൈഡ് ബൈ യഥാർത്ഥ വില 1600 ഇൻറ്റു 100. ഈ 2 നമുക്ക് വെട്ടിക്കളയാം. 1680-ൽ നിന്ന് 1600 കുറച്ചാൽ 80/16 എന്ന് കിട്ടും. 80/16 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്തത് profit percentage earned by selling an article for rupees 1920 is equal to the profit percentage of loss incurred by selling the same article for rupees 1280. At what price should be article be sold to make 25% profit? അതായത് നമ്മുടെ കമ്മോഡിറ്റി ഉണ്ട്. അത് 1920 രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടുന്ന ലാഭവും 1280 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടവും സെയിം തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. കാരണം ലോസ് വരുമ്പോൾ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് വരും. രണ്ട് സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? നമുക്ക് എഴുതാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കേസിനകത്തുള്ള സ്പെല്ലിംഗ് പ്രൈസിനെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 1 എന്നും ഇതിന് സെല്ലിംഗ് പ്രൈസ് 2 എന്നും എടുത്താൽ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസും വെട്ടിക്കളയാം. കറക്റ്റാ? ഇനി ഒന്നാമത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? ഒന്നാമത്തെ സെല്ലിംഗ് പ്രൈസ് 1920 രൂപയ്ക്ക് വിൽക്കുന്നു മൈനസ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 1280. കോസ്റ്റ് പ്രൈസിനെ ഒരു സൈഡിലേക്ക് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 1920 പ്ലസ് 1280 ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് കോസ്റ്റ് പ്രൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ്റ്റ് പ്രൈസ്. 1920 പ്ലസ് 1280 എന്ന് പറയുമ്പോൾ നമുക്ക് 3200 ഈക്വൽ ടു 2 ടൈംസ് ദ കോസ്റ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 1600 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? കോസ്റ്റ് പ്രൈസ് 1600. നമുക്ക് എത്ര വേണം? 25% ലാഭം കിട്ടും. അപ്പൊ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? 1600 ഇൻറ്റു 25% ലാഭം 125/100. 0 വെട്ടിപ്പോയി. 16 ഇൻറ്റു 125. കറക്റ്റാ? 16 ഇൻറ്റു 125 എന്ന് പറയുമ്പോൾ 2000 രൂപ. എത്ര രൂപയ്ക്ക് വിൽക്കണം? 2000 രൂപയ്ക്ക് വേണം. 2000 രൂപയ്ക്ക് വിറ്റാൽ 25% ലാഭം കിട്ടും. ക്ലിയറാ? തന്നിരിക്കുന്നത് 1920 രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയ ലാഭവും 1280 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടവും സെയിം ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 20% ലാഭം കിട്ടും. പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റു 100 വരും. ലോസ് പെർസെൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻറ്റു 100 വരും. രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 100 ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇക്വേഷനിൽ അത് കൊടുക്കാതെ ഇരുന്നത്. അടുത്ത ചോദ്യം. If U is to V equal to 4:7 and V is to W equal to 9:7, if U equal to 72, then what is the value of W? U is to V. V is to മാറ്റിയാൽ U by V equal to 4/7 എന്ന് എഴുതാം. യുവിന്റെ വാല്യൂ എത്രയാണ്? 72. സോ 72/V equal to 4/7 എന്ന് എഴുതാം. അതായത് V is equal to 72 ഇൻറ്റു 7 അപ്പോൾ 4 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ 72 നിന്ന് 4 നോക്കി 72 4 എന്ന് പറയുന്ന 18 ഇൻറ്റു 4 72. സോ വി ഈക്വൽ ടു 18 ഇൻറ്റു 7. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താ? വി ഇസ് ടു ഡബ്ല്യു ഈക്വൽ ടു 9/7. അതായത് വി ബൈ ഡബ്ല്യു ഈക്വൽ ടു 9/7 എന്ന് എഴുതാം. വിയുടെ വാല്യൂ എന്താണ്? 18 ഇൻറ്റു 7 ബൈ ഡബ്ല്യു ഈക്വൽ ടു 9/7. 18 കൊണ്ടും 2 കൊണ്ടും ക്യാൻസൽ ചെയ്യുക. 18നെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 കിട്ടും. 2 ഇൻറ്റു 7. അതായത് ഡബ്ല്യു ഈക്വൽ ടു 2 ഇൻറ്റു 7 ഇൻറ്റു 7. 7 49, 49 2 98. അതായത് ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 98 ആയിരിക്കും. ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 98 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയറാ? അടുത്ത ചോദ്യം. ദ റേഷ്യോ ഓഫ് രാഹുൽ ആൻഡ് രമ്യാസ് ഏജ്, ratio of Rahul's and Ramya's present age is 9:10. After 4 years, the ratio of their ages become 11:12. What is Rahul's present age? രാഹുലിന്റെയും രമ്യയുടെയും ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ എത്രയാണ്? 9x:10x. എന്നത് ലൈക്ക് ഫോർ എക്സാമ്പിൾ റേഷ്യോ ആയതുകൊണ്ട് ഒരു വേരിയബിൾ ഇട്ട് കൊടുത്തു x എന്ന് പറയാം. 9x:10x. 4 വർഷത്തിന് ശേഷം രാഹുലിന്റെ ഏജ് എന്ത് സംഭവിക്കും? 9x+4 ആകും. രമ്യയുടെ ഏജ് എന്ത് സംഭവിക്കും? 10x+4 ആകും. അപ്പോൾ റേഷ്യോ 11/12 ആണ്. അതായത്
9x by 4 upon 10x plus 4 is equal to 11 by 12. ക്രോസ് ചെയ്ത് എന്ത് കിട്ടും? 12 into 9x plus 4 is equal to 11 into 10x plus 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 12 എന്ന് പറയുമ്പോൾ 108x പ്ലസ് 12 4 48 ഈക്വൽ ടു 110x പ്ലസ് 11 4 44 11 4 44. ഇനി വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ 110x മൈനസ് 108x ഈക്വൽ ടു 48 മൈനസ് 44 എന്ന് കിട്ടി. 110xൽ നിന്ന് 108x കുറച്ചാൽ 2x ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വന്നു? എക്സിന്റെ വാല്യൂ 2 കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ രാഹുലിന്റെ പ്രായം എത്രയായിരിക്കും? രാഹുലിന്റെ പ്രായം എത്രയാണ്? 9x. അപ്പൊ 9 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വയസ്സ്. സോ ഇപ്പോഴത്തെ രാഹുലിന്റെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് ആയിരിക്കും. ക്ലിയർ? അടുത്ത ചോദ്യം, two numbers are less than the third number by 30% and 70% respectively. How much percentage is the second number less than the first? അതായത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തേർഡ് നമ്പറിനെ 100 ആയിട്ട് അസ്യൂം ചെയ്താൽ അതിന് മുമ്പുള്ള ഒരു നമ്പർ 37% കുറവാണ്. അപ്പൊ എന്തുവരും? ആ നമ്പർ 63 ആയിരിക്കും. അടുത്ത നമ്പർ 30% കുറവാണ്. അപ്പൊ 100 നിന്ന് 30 പോയാൽ 70. ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പറിനേക്കാൾ എത്ര കുറവാണ്. അപ്പൊ രണ്ടാമത്തെ നമ്പരും ഒന്നാമത്തെ നമ്പറും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 7 ആണ്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം 7 ആണ്. അപ്പം അതായത് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പറിനേക്കാൾ എത്ര കുറവാണ്. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. ഒന്നാമത്തെ നമ്പർ എത്രയാണ്? 70 ആണ്. അപ്പൊ 70ന്റെ എത്ര ശതമാനമാണ് ഡിഫറൻസ്? സോ 70 7/10 into 100. സോ ഈ 0 ക്യാൻസൽ ആയിപ്പോയി. സോ 7 ക്യാൻസൽ ആയിപ്പോയി. വാട്ട് ഈസ് ഈക്വൽ ടു 10. അതായത് ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിനേക്കാൾ 10% കുറവാണ്. ഓപ്ഷൻ ബി ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് എന്താണോ ഒന്നെന്ന് പറയുന്നത് മറ്റേനേക്കാൾ എത്രയാണ് ചോദിക്കാൻ, അതിന്റെ എത്ര ഭാഗമാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. ക്ലിയർ? അടുത്ത ചോദ്യം, എ നമ്പർ ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 20 then increased by 15%. The number so obtained is 64 less than the original number. The original number is, ഒറിജിനൽ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ വില 20% കുറച്ചു. സോ അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു 80/100. 20% കുറച്ചു. ദെൻ എന്ത് സംഭവിച്ചു? 15% കൂട്ടി. 15% കൂട്ടുക എന്ന് പറഞ്ഞാൽ 115 upon 100. 20% കുറച്ചു 80/100, 15% കൂട്ടി 115/100 ഈക്വൽ ടു എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാൾ 64 കുറവാണ്. ഒറിജിനൽ നമ്പറിനേക്കാൾ 64 കുറവാണ്. സിംപ്ലിഫൈ ചെയ്താൽ 20 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. ഇതെന്ന് പറയുന്നത് 5 കിട്ടും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 23 വരും. ഇത് 20 വരും. 20നെയും 4 ക്യാൻസൽ ചെയ്ത് നമുക്ക് 5 കിട്ടും. ബാക്കി എന്തുണ്ട്? എക്സ് ഇൻറ്റു 23/25 ഈക്വൽ ടു എക്സ് മൈനസ് 64 എന്ന് കിട്ടും. 64നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എക്സ് മൈനസ് 23/25 ടൈംസ് എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടും 25x മൈനസ് 23x അപ്പോൾ 25 ഈക്വൽ ടു 64 എന്ന് വരും. 25x ന്ന് 23x കുറച്ചാൽ 2x upon 25 ഈക്വൽ ടു 64. 64ലെയും 2xലെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് 32 കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു 25. എക്സ് ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു 25. അപ്പൊ എക്സിന്റെ വാല്യൂ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 800 ആയിരിക്കും. ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 800 ആയിരിക്കും. അടുത്ത ചോദ്യം, the difference of compound interest and simple interest on a principal amount for 2 years is 4% per annum is ₹20. The principal is. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് R/100 ആണെങ്കിൽ ഇയർ എന്ന് പറയുന്നത് N ആണെങ്കിൽ ഈക്വൽ ടു ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹോൾ റൈസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് നമുക്കറിയത്തില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 4/100 ആണ് തന്നിട്ടുണ്ട്. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞു? 20. കറക്റ്റാ? ഡിഫറൻസ് 20 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? പി ഇൻറ്റു 4/100. 4/100 എന്ന് പറയുക ക്യാൻസൽ ചെയ്ത് നമുക്ക് 25 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 1/25 the whole square എന്ന് കിട്ടും. ഈക്വൽ ടു 20. ക്ലിയർ ആ? ദാറ്റ് ഈസ് പി അപ്പോൺ 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ഈക്വൽ ടു 20. അതായത് പി ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 625. 600 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 1200 വരും. 25 വരുമ്പോഴത്തേക്കും 1200. സോ 625 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1250 വരും. ഒരു 0 12500 എന്ന് വരും. സോ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 12500 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയാം.
കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിലുള്ള അഭിപ്രായം കൂടെ കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.